ഇപ്പം നമ്മളൊരു കയറ്റത്താണ്, അത്യാവശ്യം നല്ലൊരു കയറ്റത്ത് തന്നെയാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. അതായത് നമ്മളൊന്ന് ക്ലച്ചിന് നല്ല പണി കിട്ടാനുള്ള സാധ്യത ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരും. EPS ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ്, പിടിച്ചു കൊടുത്ത് നിൽക്കും. ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ക്ലച്ചിന് കാല് വെക്കരുത്. ഇതിന്റെ ക്ലച്ചിനാണ് ഇതിന്റെ കളി. ക്ലച്ച് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ സ്മൂത്ത് ആണ്. 4 വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 4 വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. എന്നും നമ്മളെ ചാനലിൽ നമ്മൾ റിവ്യൂസ് ആണ് കൊണ്ടുവരല്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, നമ്മൾ കുറച്ച് മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നമ്മളൊരു മാരുതി എങ്ങനെ ഓടിക്കാന്ന്, സാധാ 800 മാരുതി 800 എങ്ങനെ ഓടിക്കാന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അത് പവർ വണ്ടിയല്ല, സാധാ നോർമൽ ഒരു ബിഗിനേഴ്സിനൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അന്ന് നമ്മൾ ചെയ്തത്. പക്ഷെ ഇന്ന് നമ്മൾ കയ്യിൽ അത്യാവശ്യം പവർ കൂടിയ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പവർ കൂടിയ വണ്ടി എങ്ങനെ ഓടിക്കാന്നുള്ളൊരു സീരീസാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് സ്ക്രോസ് ആണ്, 1.3 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി കേട്ടോ. സുസുക്കിൻ്റെ തന്നെ ഏറ്റവും പ്രീമിയമായ വാഹനമാണ് സ്ക്രോസ് വരുന്നത്. അപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വിശാലമായ സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, അതായത് എങ്ങനെ ഒരു പവർ വണ്ടി ഓടിക്കാന്നാണ്. യു ആർ വാച്ചിങ് 4 വ്ലോഗ്സ് ആൻഡ് സ്മീ ഷർബീൽ. അപ്പോൾ അത്യാവശ്യം തന്നെ, അതായത് ഇത് എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. കീലെസ് എൻട്രി, സ്മാർട്ട് സ്വിച്ച് വരുന്ന സംഭവമൊക്കെയാണ്. അപ്പോൾ കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കാണാം. മച്ചാൻ റോട്ടിൽ നിന്ന് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ കീലെസ് അല്ല, തല ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ആദ്യം കാട്ടിത്തരാം. ഞങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടി അങ്ങനെ തന്നെ. ഇപ്പോൾ ഇതിന് ഇൻറ്റീരിയർ നോക്കിയാൽ അത്യാവശ്യം കണ്ടില്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നതാണ്, പവർ ക്ലച്ച് വരുന്ന വണ്ടിയാണ്, പവർ ബ്രേക്ക്, അതായത് 4 വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ്. EPS ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ്, പിടിച്ചു കൊടുത്ത് നിൽക്കും. അങ്ങനത്തെ സെറ്റപ്പാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ പവർ ക്ലച്ച് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഏകദേശം 220 ആണ് ഇതിൻ്റെ മീറ്ററിൽ സ്പീഡ് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 180 വരെ നമുക്ക് മാക്സിമം ഇതിനെ കുതിപ്പിച്ച് പാറാം. മച്ചനെ എടുത്തുകൊണ്ടെന്നോ. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് കിട്ടട്ടെ. ഫസ്റ്റ് തന്നെ എടുത്ത് നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ പൊസിഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ് ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി സീറ്റ് ബെൽറ്റ്. ഇങ്ങനത്തെ പവർ വണ്ടികളൊക്കെ വരുമ്പോൾ പറയാം വാർണിങ്സും കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് അറിയാം, നമ്മളെ റിവ്യൂസ് കണ്ടതാണ്. അപ്പോൾ പവർ ക്ലച്ച് വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ നോബ് നിങ്ങൾക്ക് നോക്കിയാൽ ഇത് ജസ്റ്റ് ആഫ്റ്റർ ചെയ്താട്ടോ, ഇതല്ല ഇതിൻ്റെ ഗിയർ നോബ് വരുന്നത്. ഇതിൻ്റെ ഗിയർ നോബ് കാണുന്നവർക്ക് നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്താൽ മതി. സാധാ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഒരു ഗിയർ നോബില്ലേ, ആ സംഭവമാണ് വരുന്നത്. ഇത് ആഫ്റ്റർ ചെയ്താണ്, അതായത് കുറച്ചുകൂടി സ്മൂത്തിന് വേണ്ടി കണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഹൈറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റൈസിംഗ് കാറിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീറിംഗ് വീലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്താണ്. നമ്മളൊന്ന് മാരുതി ഓടിക്കുന്ന പോലെ ഇത് ഓടിക്കാൻ പാടില്ല എന്നല്ല, അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അതൊന്നായിട്ട് തിരിക്കേണ്ട കൊടുത്ത് ഇത് പതുക്കെ തിരിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം കേട്ടോ. അതായത് സ്മാർട്ട് കീ ആണ് വരുന്നത്. കീ നമുക്ക് ജസ്റ്റ് ഇടണ്ട, ജസ്റ്റ് ഇവിടെ എവിടെയും വെക്കുക. വണ്ടി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുക, ബ്രേക്ക് ചവിട്ടുക, എപ്പോഴും ബ്രേക്ക് ചവിട്ടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലച്ച്, ഇത് രണ്ടും ചവിട്ടിയിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കുക. ക്ലച്ച് ചവിട്ടിയിട്ടാണ് വണ്ടി സാധനം സ്റ്റാർട്ടാക്കേണ്ടത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഇതിൻ്റെ ക്ലച്ചിനാണ് ഇതിൻ്റെ കളി. ക്ലച്ച് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ സ്മൂത്താണ്. അപ്പോൾ ഇതിനേക്കാളും 2 ലിറ്റർ അതുപോലെ തന്നെ 2.5 വരുമ്പോൾ അതിലാറ് സ്മൂത്ത് ആവും. അപ്പോൾ ഇതിൻ്റെ സീരീസ് എന്ന് വെച്ചാൽ പവർ വണ്ടി, അതിലേക്ക് ഒരു സ്ക്രോസ് എങ്ങനെ ഓടിക്കാന്നുള്ള സീരീസാണ് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ അപ്ഡേറ്റഡ് വെർഷൻ, അതായത് നമ്മൾ കുറച്ചും കൂടി ഓട്ടോമാറ്റഡ് വാഹനം എങ്ങനെ ഓടിക്കുക, അതുപോലെ തന്നെ കുറച്ച് പ്രീമിയം വാഹനങ്ങൾ എങ്ങനെ ഓടിക്കാമെന്നില്ല, അതുപോലെ തന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഓടിക്കാമെന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്ത് കാട്ടിത്തരാം, എന്നിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ക്ലച്ച് ഒന്ന് ചവിട്ടി ഗിയർ ഫസ്റ്റ് കിട്ടും. ജസ്റ്റ് സ്മൂത്ത് ഗിയറാണ്, അതായത് ജസ്റ്റ് ഒന്ന് തൊട്ടെടുത്താൽ കണ്ടില്ലേ, ഫസ്റ്റ് ഗിയർ ഇത്ര ആവശ്യമുള്ളൂ. സാധാരണ വലിച്ചു കയറേണ്ട ആവശ്യമൊന്നുമില്ല, പവറാണ്. ഇനി നമ്മൾ ക്ലച്ച്, ഇപ്പോൾ ബ്രേക്ക് ഒന്ന് കാലെടുത്തു, വണ്ടി ഇറക്കത്തല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. ഇനി ക്ലച്ച് വന്നതാ, ഞാൻ ജസ്റ്റ് വണ്ടി നിങ്ങളെടുത്ത് നോക്കിക്കോളെ, കണ്ടില്ലേ, ജസ്റ്റ് കുറച്ച് പൊങ്ങിയാൽ മതി. ആ കുറച്ച് പൊങ്ങിയാൽ തന്നെ വണ്ടി ഏകദേശം മൂവ് ആവും. ഇത് നമ്മൾ മാരുതിയിലാണെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിമ താങ്ങി നിർത്തലാണ്. ഹാഫ് ക്ലച്ചിമ താങ്ങി നിർത്തിയിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സിസ്റ്റമാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം, എന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് കാട്ടിത്തരാം. ആക്സിലേറ്റർ കൊടുക്കണില്ല, നോക്കിക്കോളെ, ക്ലച്ച് വന്ന് മാത്രമേ കാലെടുക്കണുള്ളൂ, വണ്ടി പോണേക്കോളെ, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇത് എങ്ങനെ ഡ്രൈവ് ചെയ്യാന്നുള്ളതിൻ്റെ ഇന്ത്യയിൽ എത്തിയിട്ട് സംസാരിക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറി, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനി ജസ്റ്റ് അത് വണ്ടി ഇപ്പോൾ ഓൺ പൊസിഷനിലാണ്, ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ഞാൻ തന്നെ പറഞ്ഞു. ഇനി ഞാൻ ബ്രേക്ക് ചവിട്ടിയിരിക്കുന്നത്, ബ്രേക്ക് ചവിട്ടാൻ എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് താത്തി. ഇനി വെച്ചാൽ നമ്മൾ ഗിയർ ഫസ്റ്റ് ഇടുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഇതിന്മേ കൂടുതൽ ഗിയറും കാര്യങ്ങളും അങ്ങനെ കളിക്കാൻ പാടില്ല. ഫസ്റ്റ് ഇതാക്കണം ഇങ്ങോട്ട്, അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നത് നേരെ താഴത്തേക്ക്, അതുപോലെ തന്നെ തേർഡ് നേരെ സെൻറ്ററിലേക്ക്. എല്ലാവർക്കും അറിയാലോ, ജസ്റ്റ് നമ്മൾ നോർമൽ വാഹനം ഓടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി പവർ കൂടുന്നുള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് ഇത് ഫസ്റ്റ് ഇടാണ്, അതായത് നോക്കിക്കോളി സ്മൂത്ത് ആണ്, കണ്ടോ. ഫസ്റ്റ് കാടി വെറുതെ ജസ്റ്റ് ഒരു വിരലുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം, നോക്കിക്കോളി, ഒരു വിരൽ മീൻസ് 2 വിരലുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഇനി ഞാൻ ക്ലച്ച് വന്ന് കാലെടുക്കുകയാണ്, ഇൻഡിക്കേറ്റർ ഇട്ടു. ആക്സിലേറ്റർ ഇപ്പോൾ കൊടുക്കണില്ല, അതായത് പവർ വണ്ടി ആയതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതാ ക്ലച്ച് വന്ന് മാത്രം കാലെടുത്തിട്ടു. വണ്ടിൻ്റെ സ്പീഡ് നോക്കി, ഇപ്പോൾ ഏകദേശം വണ്ടിൻ്റെ മുകളിൽ RPM കയറുക, അതുപോലെ തന്നെ 20ൻ്റെ അടുത്ത്
വണ്ടി വെറും ക്ലച്ച് വന്ന് കാലെടുത്തിട്ടാണ്. ഇനി നോക്കിക്കോളി, ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് കൊടുക്കുക. ഇനി ഇതാക്കുന്നത് വണ്ടിൻ്റെ നമുക്ക് സ്റ്റിയറിംഗ് പൊസിഷൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ കൈ ഏകദേശം ഒരു ഈ ഒരു ലെവലിൽ കൈ വെക്കണം എന്ന് എപ്പോഴും ഞാൻ പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടേണിങ് എടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സാധാരണ നോർമൽ റോഡ് കൂടെ പോയിട്ട് അവിടെ കയറ്റവും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിക്കോളി ഇതാക്കണം, വളരെ സ്മൂത്ത് ആയിട്ട് ഇതാക്കണം, ഒരു റഫുമില്ല. നമുക്ക് ഹാൻഡിലിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഇത് തിരിക്കുക. അത് പവർ വണ്ടിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റിലാണ്, ഇത് സെക്കൻഡിൽ തന്നെ നമ്മൾ മാരുതിയിലായ നമ്മൾ ആ ഒരു സെക്കൻഡിലാണ് തോന്നുന്നത്, അത് ഫസ്റ്റിലാണ് തോന്നുന്നത്. വലിയൊരു കാറ്റൊക്കെ വലിയ, ഇത് ഏകദേശം സെക്കൻഡിലും കാര്യങ്ങളൊക്കെ വലിയും. നോക്കിക്കോളി ജസ്റ്റ് ഇതാക്കണം. ഈ ഓട്ടോമാറ്റിക് പുള്ളപ്പും കാര്യങ്ങളൊക്കെ ഇതിന് വരും, കണ്ടില്ലേ. ഇനി നമ്മൾ ഇതാക്കണം ഇവിടെ കുറച്ച് കെർവിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ടേണിങ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ടേണിങ് നമ്മൾ എടുക്കണമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒറ്റ കൈ കൊണ്ട് ഓടിക്കുകയാണ്, കാരണം ചില സേഫ് അല്ല എങ്കിലും ഈ ഒരു ഒറ്റ കൈ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ടേൺ ചെയ്യാം. അതായത് ഇപ്പോൾ അത്യാവശ്യം വലിയ കെർവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ, വണ്ടി ടേൺ ആയി. ഇത് നമ്മൾ മാരുതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം ടേൺ എടുക്കണമെന്ന്. ഇപ്പോൾ അങ്ങനെ അത്യാവശ്യം കുറച്ചുകൂടി വലിയ ടേണിംഗ് ആണ്. നോക്കിക്കോളി ജസ്റ്റ് ഒറ്റ കൈ കൊണ്ട് ആക്സിലറേഷന്, അതായത് വണ്ടി സ്കിഡ് ആവുക കയ്യിൽ നിന്ന് പോകുന്നു ചെയ്താൽ നോക്കിക്കോളി ഇതായിക്കോളി വെറും ഒറ്റ കൈ കൊണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ അതായത് ഈ ടൈപ്പ് വാഹനങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ കയറ്റത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു ക്ലച്ചിൻ്റെ പവർ ഉണ്ട്. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി ഹിൽ ഹോൾഡ് എന്ന് തോന്നിപ്പിക്കുന്ന പോലെ വണ്ടി ബൂസ്റ്റപ്പ് ആയിക്കാണ് മുന്നിലേക്ക് പോകും. അത് ജസ്റ്റ് കയറ്റത്തിൽ നിന്ന് കാട്ടിത്തരാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പൊസിഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത്. എങ്കിലേ നമുക്ക് ഇതാക്കണേ അത് ഇപ്പോൾ നമുക്ക് യൂ ടേൺ ഒക്കെ എടുക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നാലേ നമുക്ക് ഈ ടേണിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് നോക്കിക്കോളൂ, ഇപ്പോൾ ആക്കണം വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഒറ്റ വിരൽ അല്ലെങ്കിൽ 2 വിരലുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ സ്റ്റീരിങ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. അതാണ് പവറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. അത് നോർമൽ അനുകരിക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒറ്റ കൈ കൊണ്ട് ആരും ഡ്രൈവ് ചെയ്യരുതല്ലോ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ ഇനി ഇതാക്കണം, ഈ പൊസിഷനിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ കൈ 2 ലോക്ക് ആവാതെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിരിക്കുക. അതായത് നേരെ മറിച്ച് നമ്മൾ ഈ ഒരു സംഭവത്തേക്ക് വെക്കുന്നുണ്ടെങ്കിൽ കൈ ലോക്കാവും, നമുക്ക് പിന്നെ അങ്ങോട്ട് ടേൺ എടുക്കാൻ കഴിയില്ല. സാധാരണ നോർമൽ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ വണ്ടി 3rd ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവറിലാണ്, അതായത് ആ ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി 3rd ഗിയറിൽ വണ്ടി എപ്പോഴാണ് സെക്കൻഡ് അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് നോക്കി തരാം. ഇപ്പോൾ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ക്ലച്ചുമ്പോൾ കാല് വെക്കരുത്. ബ്രേക്ക് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ക്ലച്ചുമ്പോൾ കാല് വെക്കരുത്. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം മാത്രം. ഇപ്പോഴൊക്കെ 3rd പോയിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം 25 km/h എങ്കിൽ ഇത് 3rd വലിയും. അതായത് ആ സ്മൂത്ത് ആയതുകൊണ്ടാണ് 3rd വലിയാൻ കാരണം. ഇത് സ്മൂത്ത് അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി 2nd ഗിയർ അല്ലെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അറക്കത്താണ്, ക്ലച്ച് യാതൊരു കാരണവശാലും തുടരരുത്, ക്ലച്ചുമ്പോൾ കാല് വെക്കാൻ ചെയ്യരുത്. എപ്പോഴാണ് ചോദിച്ചു വെച്ചപ്പോൾ ഞാൻ വണ്ടി ഇവിടെ നിർത്തുകയാണ്. ഇപ്പോൾ വണ്ടി ഇൻഡിക്കേറ്റർ ടു 3rd. ഇപ്പോൾ ഞാൻ ക്ലച്ച് ഓട്ടിയിട്ടില്ല. ഈ നിർത്തേണ്ട ഈ ഒരു ടൈമിൽ മാത്രമാണ് നമ്മൾ ക്ലച്ചുമ്പോൾ കാല് വെക്കേണ്ട ആവശ്യം വരുന്നത്. ഗായ്സ് ഇപ്പോൾ നമ്മളങ്ങനെ ഒരു മെയിൻ റോഡിലേക്ക് ചാടുകയാണ്. ഇങ്ങനെ സംഭവത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് റൈറ്റ് ലുക്ക് കൊടുക്കുക. വലത് ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും വാഹനം വരുന്നുണ്ട്, ഇപ്പോൾ ഒരു ഗുഡ്സ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഇടത് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വണ്ടി എടുക്കുക. ഒറ്റ കൈ കൊണ്ടല്ല, 2 കൈ കൊണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, കാണാൻ വേണ്ടിയാനായിട്ട് ഞാൻ ഈ ഒറ്റ കൈ മാത്രം ഓടിക്കണത്. ഇപ്പോൾ ഞാൻ 2nd ഗിയറിലിട്ടു. ജസ്റ്റ് ഒന്ന് മൂവ് ആയി തന്നെ, ഫസ്റ്റ് ഒന്ന് മൂവ് ആയി കഴിഞ്ഞേക്കാൻ നമുക്ക് 2nd ഇടാം. പിന്നെ ഈ വാഹനം അങ്ങനെ കൂടുതൽ നേരം റാഷായി ഉപയോഗിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇത് ക്യാബിൾ റേറ്റഡ് ആകുമ്പോൾ, അതായത് നമ്മൾ ഈ ഗിയർ നോബൊക്കെ ക്ലച്ച് അല്ലാതെ ചവിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലച്ചിന് നല്ല പണി കിട്ടാനുള്ള സാധ്യത ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരും. ഇപ്പോൾ അത്യാവശ്യം ഒരു സ്പീഡിലാണ് ഈ ടേണിങ് എടുക്കുകയാണ്. കൈ ഈ 2 സൈഡിലും ഇങ്ങനെ ടേണിങ് എടുക്കുക മാത്രം. വേറെ മറിച്ച് നമ്മൾ ഈ ഒരു ലോക്കിലാണെന്നുണ്ടെങ്കിൽ കൈ ലോക്കാവും, അതായത് നമുക്ക് പിന്നെ തിരിച്ചാലോ സാഹചര്യം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാക്കണം, വീണ്ടും വലിയൊരു ടേണിങ് വരികയാണ്. വണ്ടി ഇപ്പോൾ ഏകദേശം 40 km/h. ബ്രേക്ക് ഒന്നും ആവശ്യമില്ല. ടേണിങ് ഈ 2 കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ടേൺ ചെയ്യാം. നേരെ മറിച്ച് ഒറ്റ കൈ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടേണ്ടി വരും അവിടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം കയറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു കയറ്റത്താണ്, അത്യാവശ്യം നല്ലൊരു കയറ്റത്ത് തന്നെയാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. അതായത് നമ്മളന്ന് മാരുതി ടെസ്റ്റ് ചെയ്തേക്കാളും വലിയ കയറ്റത്തിലാണ്. അപ്പോൾ ഈ ഒരു വാഹനം കയറ്റത്തിൽ നിന്ന് എങ്ങനെ എടുക്കുന്നത് വളരെ സിമ്പിളാണ്. ഹാൻഡ് ബ്രേക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹാഫ് ക്ലച്ചിലാണ് വണ്ടി നിൽക്കുന്നത്. നോക്കിക്കോളി, ഹാഫ് ക്ലച്ച് വണ്ടി ആ തരിച്ചിന സൗണ്ട് നമുക്ക് കേൾക്കും. ആ തരിച്ചിന സൗണ്ടിൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് വന്ന് കാലെടുക്കുക. നോക്കിക്കോളി, ഇപ്പോൾ വണ്ടി തരിക്കുകയാണ്. നോക്കിക്കോളി, കണ്ടില്ലേ, ഞാൻ ആക്സിലറേഷൻ കൊടുക്കണില്ല. വണ്ടി വെറും ക്ലച്ചും വേണം ഇത്രയും വലിയൊരു കയറ്റം പോകുന്നത്. അത് പവർ വണ്ടി ആയതുകൊണ്ട് മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ക്ലച്ച് ഞാൻ ആക്സിലേറ്റർ കാലെടുക്കുക, ആക്സിലേറ്റർ കാണില്ലടാ, ആക്സിലേറ്റർ ഒന്നും കാലെടുക്കണില്ല. വെറും ക്ലച്ച് മാത്രം താങ്ങിക്കാണ്ടാണ് ഈ കയറ്റം ഞാൻ വലിക്കണത്. നോക്കിക്കോളി, കണ്ടില്ലേ, അത് പവർ വണ്ടിക്ക് മാത്രമുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇനി ഒരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. അതായത് പവർ വണ്ടി അല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു കയറ്റത്തിന് എങ്ങനെ വണ്ടി എടുക്കാമെന്ന്. അതായത് ബ്രേക്ക് ഹാൻഡിൽ ചെയ്യുക, ജസ്റ്റ് ഇതാക്കണേ,
വണ്ടി തരിപ്പിച്ചു. അപ്പോൾ വണ്ടി ബാക്കിൽ ഇറങ്ങൂല. വണ്ടി തരിച്ചിന സൗണ്ട് കേട്ട വണ്ടി ബാക്കിൽ ഇറങ്ങൂല. പിന്നെ ആക്സിലറേഷൻ ജസ്റ്റ് കൊടുത്താൽ വണ്ടി മുന്നിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ പോയിട്ടോ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു കെർവിങ് കാണാം. ഇത് ഞാൻ വെറും ഒറ്റ കൈ കൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെ ടേൺ ചെയ്യാം. ഒറ്റ കൈ ആരും അനുകരിക്കരുത്. ഇത് അത്രത്തോളം സ്മൂത്ത് കാണിക്കാനാണ്. ഇപ്പോൾ ഏകദേശം 20 കിലോമീറ്ററിലാണ്. ഹോൺ അടിക്കുക നോക്കിക്കോളി. വെറും ഒറ്റ കയ്യിലാണ് കേട്ടോ. ക്ലച്ച് ഞാൻ താങ്ങണില്ല. വെറും ബ്രേക്കും വേണം നോക്കിക്കോളി. ഒറ്റ കയ്യിൽ വെറും ഒറ്റ കയ്യിലാണ് ഇപ്പോൾ ഈ ഒരു ടേണിങ് എടുത്ത്. അത് നമുക്ക് പവർ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ്. സ്മൂത്ത് അല്ലാത്ത വാഹനങ്ങൾ കുറച്ച് നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും ഒറ്റ കൈ കൊണ്ട് ടേൺ ചെയ്യുമ്പോൾ. ഇതിന് യാതൊരു കാരണവശാലും റിസ്ക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതാക്കണേ ചിലവർക്ക് സംശയം ഉണ്ടാവും. അതായത് ഇത്രയും വലിയൊരു വാഹനം എടുക്കുമ്പോൾ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് പവർ വണ്ടി ഓട്ടാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ മൈലേജ് ഇതിന് ഏകദേശം 15 മുതൽ 18 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് കിട്ടും. ഡീസൽ എഞ്ചിനാണ്. പിന്നെ സ്ക്രോസ് അതായത് സുസുക്കിൻ്റെ വാഹനമാണ്. നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് വരുന്നത് ഏകദേശം 5 മുതൽ 10 ഉള്ളിലാണ്. ഓരോ 10,000-ലാണ് ഇത് സർവീസ് ചെയ്യേണ്ടത്. ഇത് പവർ വണ്ടി എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ മേത്തേക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാറില്ല. അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവിന് പറ്റിയ വാഹനമാണ്. അതായത് ക്രോസ് ഓവർ ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവിന് വളരെയധികം കംഫർട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇനി ഈ എസ്ക്രോസ് ഓടിക്കണ മാതിരി ആവില്ല. ഇനി കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയ പവർ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മളൊരു ഫോർച്യൂണർ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ എത്തിയപ്പോൾ വലത്തെടുത്ത പോകേണ്ടത് വലത്തേക്കാണ് പോകേണ്ടത്. നമുക്ക് വലത്ത് പോകാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ് വരുന്നത്. ഇനി നമുക്കിതാ ഈ ഒരു വണ്ടി മാത്രമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എസ്ക്രോസിൻ്റെ ഒരു സീരീസ് ആയിക്കാണെന്ന് ഉദ്ദേശിച്ചു. അതുപോലെ തന്നെ ഇനി നമുക്ക് കുറച്ചുകൂടി പവർ റിലേറ്റഡ് ആയൊരു വാഹനങ്ങളുണ്ടാവും. അത് വോൾസ് വാഗൺ ഗ്രൂപ്പിൽ അതുപോലെ തന്നെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ വാഹനങ്ങളൊക്കെ എങ്ങനെ ഡ്രൈവ് ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മൾ വരും. അതുപോലെ തന്നെ പ്രീമിയം സെഗ്മെൻറ്റിലെ വാഹനം അതായത് എക്സ്ട്രാ പ്രീമിയം ഇപ്പോൾ ബെൻസി BMW പോലുള്ള വാഹനങ്ങൾ എങ്ങനെ ഡ്രൈവ് ചെയ്യാന്നുള്ള വീഡിയോസും നമ്മുടെ ചാനൽ ഉടനെ വരുന്നതാണ്. അത് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചാനൽ വരും. ഇപ്പോൾ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു 60 km/h 4ാം ഗിയറിൽ. ഇപ്പോൾ 30 വരെ നമുക്കൊരു 4th ഗിയറിൽ ഇതിമ്പോൾ പോകാം. ഒരു 35 വരെ 4th ഗിയറിൽ നമുക്ക് ഇതിപ്പോൾ പോവാം. അതിൻ്റെ ഡൗണേക്ക് വന്നാൽ നമ്മൾ ഇതിനെ 3rd ഷിഫ്റ്റ് അതായത് 3rd ഗിയറിലേക്ക് ഇടേണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വാഹനം വന്നു. ഇപ്പോൾ ഇത് 4ാം ഗിയറിലാണ്. ഞാൻ ക്ലച്ച് ഔട്ടിയിട്ടില്ല. വെറും ബ്രേക്കുമ്പോൾ മാത്രമേ കാല് വെച്ചിട്ടുള്ളൂ. എങ്കിലും ഈ വാഹനം ജസ്റ്റ് 4th ഗിയറിൽ പോകണേക്കോളി. ഒരു ഓടി A4 ഉണ്ട്. A4 എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നമ്മളെ ചാനലിൽ വരും. ഇപ്പോൾ അതായത് 4th ഗിയറിലാണ് കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ഇപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് അത്ര ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു മൂളൊക്കെ നമുക്ക് തരും. അതായത് ഒരു എന്താ പറയുക ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വരും. ഒരു മൂളൊക്കെ നമുക്ക് കേൾക്കാം. ആ സാഹചര്യത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷേ നമുക്ക് ഇപ്പോൾ ഇത് 4th പോകണം. ഏകദേശം ഒരു 30-35 ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കണേ. എങ്കിൽ ഇത് 4th വലിയും. അപ്പോൾ നമ്മളിപ്പോൾ പവർ വണ്ടി എങ്ങനെ ഓടിക്കുക എന്നുള്ള ചെറിയൊരു സീരീസ് കഴിഞ്ഞു. അതായത് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ ഇത്ര വലിയ വാഹനങ്ങൾ വരുമ്പോൾ ക്ലച്ചുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് കയറ്റത്താണെന്നുണ്ടെങ്കിലും ആക്സിലറേഷൻ തൊടേണ്ട യാതൊരു ആവശ്യമില്ല. എങ്കിൽ വലിയ കുത്തുള്ള കയറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ രീതിയിൽ അതായത് ക്ലച്ച് ഒന്ന് തരിപ്പിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. അല്ലാത്ത മിതമായ കയറ്റം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ക്ലച്ചുമ്പോൾ തന്നെ താങ്ങാവുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ ഇത്ര പവർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ടി ആക്സിലറേഷനോ അതായത് നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവും വണ്ടി. അപ്പോൾ അതിനനുസരിച്ചുള്ള പവറും കാര്യങ്ങളും അതിൽ നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയണം. അപ്പോൾ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നിർത്തുക വളരെയധികം സ്ലോ ആണ് മാത്രം എന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് ക്ലച്ച് ചവിട്ടുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ ടൈമിൽ ഇപ്പോൾ വണ്ടി 4th ഗിയറിലാണ് കിടക്കുകയെന്ന് കരുതുക. അപ്പോൾ ജസ്റ്റ് 3rd ഗിയറിലേക്ക് വരുന്ന ടൈമിൽ മാത്രം ക്ലച്ച് ചവിട്ടിയാൽ മതി. ആ ഒരു സംഭവമാണ്. പിന്നെ നിർത്തുന്ന ടൈം ആകുമ്പോൾ വളരെ ഒരു 20 കിലോമീറ്ററിന് താഴെ വരുമ്പോൾ ക്ലച്ച് ചവിട്ടുക. അതൊരു 2nd ഗിയറിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇത്ര വാഹനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവം തന്നെയുള്ളൂ കൂടുതൽ. ഇനി നമ്മൾ പ്രീമിയം കാർസ് എങ്ങനെ ഓട്ടുക എന്നുള്ള വാഹനങ്ങൾ അതുപോലെ തന്നെ ഓടി അങ്ങനെ എല്ലാ സംഭവം സീരീസിൽ വാഹനങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര പവർ വണ്ടി എങ്ങനെ ഓടിക്കാന്നില്ല ജസ്റ്റ് ക്ലച്ചിൻ്റെ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഗിയർ ഷിഫ്റ്റിൻ്റെ ടൈം മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ കയറ്റുന്നൊക്കെ വളരെയധികം സിമ്പിളാണ് ഇങ്ങനത്തെ വാഹനമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓട്ടാൻ. അതായത് സാധാരണ നോർമൽ വാഹനേക്കാളും കൂടുതൽ സിമ്പിളാണ് ഇങ്ങനത്തെ വാഹനങ്ങൾ ഓട്ടുമ്പോൾ. അപ്പോൾ ഗായ്സ് ഇതുപോലത്തെ വീഡിയോ കിട്ടുമ്പോൾ ചാനൽ അടിച്ചുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പൊളിച്ചുള്ള ബെൽ ബട്ടൺ വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ സീ യു സൂൺ.